ബിജു മേനോൻ 15 ലക്ഷം കൊടുക്കേണ്ടി വരുന്നു അനൂപ് കണ്ണന് എന്നുള്ളത് പ്രൊമോഷന് വരാത്തത് കൊണ്ട്. മലയാളത്തിൽ അങ്ങനത്തെ ഒരു വലിയ ആർട്ടിസ്റ്റുകളൊന്നും നമ്മൾ പറയണ പോലെ എഗ്രിമെന്റ് ഒന്നും ചെയ്യുന്നില്ല. വെർബിലെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് ഒരു കമ്മിറ്റ്മെന്റ് എടുക്കാം. 10 കോടി പടമാണെങ്കിൽ 75 ലക്ഷം ഞാൻ പ്രൊമോഷന് മാറ്റി വെക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റാറിന് എത്ര പെർസെന്റേജ് ആണ് നമ്മൾ പ്രൊമോഷന് വേണ്ടി? ഒരു ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഒരു 1.5-2 കോടി പറയുമ്പോൾ അതിൽ 25 lakhs പ്രൊമോഷന്, മറ്റ് അതിന് ഇതൊന്നും ആരും അങ്ങനത്തെ ഒന്നും ഒരു സംസാരം തന്നെ ഇല്ല. ഒരു എമൗണ്ട് പറയുന്നു, നമ്മളത് നമ്മുടെ ഇതൊക്കെ സംസാരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ അതിന് അഡ്വാൻസ് കൊടുക്കുന്നു. ശരിക്കും ഇത് ഫണ്ട് ഫ്ലോ തടയുകയാണോ ഈ കണക്കുകൾ പുറത്തു വിടുന്നതിലൂടെ? പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരാതിരിക്കുകയല്ലേ ചെയ്യുന്നത്? സിനിമ എന്താണെന്ന് അറിയാതെ വന്ന ഒരു മെജോറിറ്റി അവരാണല്ലോ പുതിയ പുതിയ ഇൻവെസ്റ്റേഴ്സ് വന്നത്, പ്രത്യേകിച്ച് NREs. അതായത് ഒരു 90% ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. ഒരു 10% പോലെ സക്സസ് റേറ്റ് ഇല്ലാത്ത ഇൻഡസ്ട്രിയിലോട്ടാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ അതിന് ഈ സക്സസ് ആക്കാനായിട്ട് എന്താണ് വഴികൾ, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ കുറേ കൂടി ക്വാളിറ്റി സിനിമകൾ വരും, നല്ല സിനിമകൾ വരും. ഞാനൊരു ബിസിനസ് ചെയ്ത് നഷ്ടമാണ്, പക്ഷെ എല്ലാവരോടും പറയണേ എനിക്ക് ഭയങ്കര ലാഭമാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും കേൾക്കുമ്പോൾ നമ്മളടുത്ത് ഒരു അസൂയം ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ അതും കൊണ്ട് ഒരു നിർവൃതി കിട്ടാന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് സ്വന്തം കയ്യിൽ ഒരു കുത്തക പോലെ ഇത് വെച്ചുകൊണ്ടിരിക്കാനും പുതിയ ആളുകൾ വരാതിരിക്കാനാണെന്നൊക്കെ ഉള്ള വിമർശനങ്ങളും കേൾക്കാം. ഇവിടെ ഏറ്റവും ഡിമാൻഡ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസേഴ്സിനാണ്. ഇത്രയധികം റൈറ്റേഴ്സ് ഉണ്ട്, അത്രയധികം ഈ പറയണ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് ആൾക്കാരോടൊപ്പമുണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. ഷംസുയുടെ വിഷയം എടുത്ത് അഭിലാഷം സിനിമയായി ബന്ധപ്പെട്ടുണ്ടായി. അതിൽ സാമ്പത്തിക തട്ടിപ്പ്, അതുപോലെ ഹാർഡ് ഡിസ്ക് കൈവശപ്പെടുത്തി എന്ന് പറയും. ഈ സാമ്പത്തിക തട്ടിപ്പിൽ വരുന്നൊരിത് പറഞ്ഞ ബഡ്ജറ്റിനേക്കാൾ കൂടുതലായി എന്നുള്ള വലിയ ഗ്രാഹ്യമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം പ്രൊഡ്യൂസറിനെ എങ്ങനെയെങ്കിലും ഇതിലോട്ട് വലിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് സിനിമ ചെയ്യിപ്പിക്കാൻ വേണ്ടി യഥാർത്ഥ ബഡ്ജറ്റ് മറച്ചു വെച്ചിട്ട് അങ്ങനത്തെ 100 കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. 1 ഉം 2 ഉം കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ബഡ്ജറ്റ് എങ്ങനെയാ വന്നിട്ടുണ്ടായിരുന്നത്? മലയാള സിനിമനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു ഹൈ ബഡ്ജറ്റാണ്. നമ്മളിപ്പോൾ അന്യഭാഷകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ആയിരിക്കില്ല. ഏത് പ്രൊഡ്യൂസർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തിയേറ്റർ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു മിനിമത്തിൽ നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. അത് നമുക്കൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതാണ്. ഹായ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പ്രൊഡ്യൂസർ വേണു കുന്നപ്പിള്ളി. സർ, സ്വാഗതം. ഹലോ. നമ്മള് കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്താണ് രേഖാചിത്രത്തിന്റെ സക്സസ് ഒക്കെ കഴിഞ്ഞ് സംസാരിക്കുന്നത്. ഇത്തവണ ആടുമായിട്ടാണ് വരുന്നത്. സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ട്, സൂപ്പർ സ്റ്റാർ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടായിരിക്കും 3-ാം ഭാഗം വരുന്ന ഒരു സിനിമയ്ക്ക്, അതും ഇത്രയും ഹൈപ്പ് ആൾക്കാർ കാത്തിരിക്കുന്നു. ഈ ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ പോയി ഇതിലില്ലാത്ത സ്റ്റാർ കാസ്റ്റിലേക്കൊക്കെ ആളുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയാത്ത സ്റ്റാർ കാസ്റ്റിലേക്കൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. മമ്മൂക്കി ഉണ്ടോ, ലാലേട്ടനുണ്ടോ എന്നൊക്കെ. ഈ ഹൈപ്പിനെ ഈ ഒരു അവസ്ഥയിൽ എന്താ കാണുന്നത്, എങ്ങനെയാ കാണുന്നത്? ഓവറായിട്ടുള്ള ഹൈപ്പ് ഒരു മൂവിക്ക് ഒരിക്കലും നല്ലതല്ല എന്നുള്ള എനിക്ക് തോന്നിയേക്കണം. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എപ്പോഴും അറിയാമല്ലോ, ഭയങ്കര പ്രതീക്ഷ വന്നു കഴിഞ്ഞിട്ട് അവരുടെ പ്രതീക്ഷ എത്രയാണെന്ന് അറിയില്ല. മനസ്സിലായില്ല, എല്ലാത്തിനും പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷ അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ സിനിമ ചെയ്യണം, അതിലൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ ഓവറായിട്ട് അതിൻ്റെ അപ്പുറത്ത് എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പ്രതീക്ഷ മീറ്റ് ചെയ്യണ സിനിമയാണെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് നിരാശ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ആടെന്ന് പറയുന്ന സിനിമ അതിൻ്റെ ഏത് ടൈപ്പാണ്, അതിൻ്റെ ഒരു സ്റ്റോറി ഏത് ടൈപ്പാണ് ജനങ്ങൾ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് ഒരു സിനിമ ചെയ്താക്കുന്നത്. പിന്നെ ഒരു മലയാളത്തിൽ സാധാരണ ഒരു ബഡ്ജറ്റിനേക്കാൾ വളരെയധികം ബഡ്ജറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ് സിനിമ ചെയ്താക്കണം. പല കാലഘട്ടങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാത്തിലും ഒക്കെ ഇതൊരു വ്യത്യസ്തമായ സിനിമയാണ്. നമ്മളിപ്പോൾ ആട് സെക്കൻഡ് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏകദേശം അതേപോലെ തന്നെ ഹ്യൂമർ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കാണാത്ത വേറൊരു ലോകം കൂടി നമ്മളിതിൽ കാണിക്കേണ്ടത്. അതാണ് ഈ ആട് 3യുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സിനിമ തന്നെയാണ് മിഥുൻ ചെയ്തു വെച്ചാക്കണമെന്ന് തന്നെയാണ് ഞാനത് കണ്ടതാണ്, ഈ റഫ് ഫുട്ടേജ് കണ്ടതാണ്. അപ്പം എൻ്റെ ഒരു പ്രതീക്ഷ അത് തന്നെയാണ്. മാർച്ചിലാണ് റിലീസ് വരുന്നത്. ആടിന് എപ്പോഴും കുട്ടികൾ ഒരുപാട് ഫാൻസ് ഉണ്ട്, പക്ഷെ ഒരു പരീക്ഷാകാലത്താണ്. അതുപോലെ തന്നെ അപ്പുറത്തും വേറെ അതർ ലാംഗ്വേജ് സിനിമകളും വരുന്നുണ്ട്, വലിയ സിനിമകളും വരുന്നുണ്ട്. ഈ മാർച്ച് തന്നെ ഫിക്സ് ചെയ്ത് ഒരു ഫെസ്റ്റിവൽ സീസണിലേക്ക്, ഏപ്രിലേക്ക് ഒന്നും ആലോചിക്കാതിരുന്നത് എന്താ? എല്ലാ ആഴ്ചയിലും സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കങ്ങനെ ഒരു സിനിമ ഇല്ലാത്ത സമയത്ത് റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം നമ്മൾ ഇത് ഈ പറഞ്ഞ ഈദിൻ്റെ ഒരു ഹോളിഡേയ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് ചെയ്താക്കണം. പിന്നെ എൻ്റെ അറിവിൽ ആ ദിവസങ്ങളിൽ വേറെ മലയാളത്തിൽ വേറെ സിനിമ ഇല്ല എന്നുള്ളതാണ് അറിവ്. പിന്നെ അന്യഭാഷാ സിനിമകളുണ്ട്. അപ്പം മലയാള സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇതിനെ ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു മലയാളി ഓഡിയൻസിനുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നമ്മൾക്ക് അങ്ങനെ വേറെ സിനിമകൾ വരുമെന്ന് പേടിയൊന്നുമില്ല. എന്ന് വെച്ചാൽ ആടെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അത് 100% അത് ആ രീതിയിൽ തന്നെ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ റീസെന്റ് ഉണ്ടായ വിഷയമാണ് ബിജു മേനോൻ 15 ലക്ഷം കൊടുക്കേണ്ടി വരുന്നു അനൂപ് കണ്ണന് എന്നുള്ളത് പ്രൊമോഷന് വരാത്തത് കൊണ്ട്. ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ സാറ് മുമ്പ് പറഞ്ഞിരുന്നു, ഒരു 10 കോടി പടമാണെങ്കിൽ 75 ലക്ഷം ഞാൻ പ്രൊമോഷന് മാറ്റി വെക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റാറിന് എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ പ്രൊമോഷന് വേണ്ടി പൊതുവെ കൊടുക്കുന്നത്? ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറയുക, ഞാനും കണ്ടിരുന്നതാണ് ഈ ബിജു മേനോൻ്റെ ഒരു ഇത് കണ്ടിരുന്നതാണ്. അതിൽ
നമ്മളൊരു ആർട്ടിസ്റ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ന്യൂ കമറാണ്, ഇതിന് വരെ സിനിമയിൽ അഭിനയിക്കാത്തണെങ്കിൽ നമുക്ക് പുള്ളിയുടെ സ്വഭാവം എന്താണ്, പുള്ളിയുടെ ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ സിനിമയിൽ വന്നതിന് ശേഷമാണ് ഇതൊക്കെ അറിയണത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഈ പറയുന്ന പ്രൊമോഷൻ എന്തായാലും നമുക്ക് അവരോട് പറയാനായിട്ടുള്ള ഒരു ഇതുണ്ട്, നമുക്ക് അതിനുള്ള ഒരു അപ്പർ ഹാൻഡ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകൾ, ചില ആർട്ടിസ്റ്റുകൾ മാത്രമാണ് ചിലപ്പോൾ അവർക്ക് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇന്റർവ്യൂവിൽ ഇരിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കാം. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട്, അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരാളെ സിനിമയിലോട്ട് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഓക്കെ ഇയാൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഇതാണ്. അപ്പൊ നമ്മൾ അത് പിന്നെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇയാളില്ലാതെ തന്നെ ഇതിനെ നമുക്ക് പ്രൊമോഷനിൽ കൊണ്ടുപോകാം, അല്ലെന്നുണ്ടെങ്കിൽ അതിനെന്താണ് വഴി, ഇത് ആലോചിക്കില്ല. എന്നുണ്ടെങ്കിൽ ഇയാൾ പ്രൊമോഷൻ വരാത്ത ആളാണ്. നമ്മൾ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഒരു 1.5-2 കോടി പറയുമ്പോൾ അതിൽ 25 lakhs പ്രൊമോഷന്, മറ്റ് അതിന് ഇതൊന്നും ആരും അങ്ങനത്തെ ഒന്നും ഒരു സംസാരം തന്നെ ഇല്ല. ഒരു എമൗണ്ട് പറയുന്നു, നമ്മളത് നമ്മുടെ ഇതൊക്കെ സംസാരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ അതിന് അഡ്വാൻസ് കൊടുക്കുന്നു, ഈ പറയുന്ന ഡബിങ്ങിന് മുന്നായിട്ട് ഫുൾ പേയ്മെന്റ് കൊടുക്കണം. ഇതാണ് ശരിക്കും നടക്കുന്നത്. അല്ലാതെ എഗ്രിമെന്റിൽ ഇതിനൊരു ശതമാനം ഒരിക്കലും ഇല്ല. അങ്ങനെ ഒന്നും എനിക്ക് എൻ്റെ അറിവിലില്ല. ഞാൻ ഈ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു സംസാരം തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പറയുന്ന പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കുറച്ച് ഇന്റർവ്യൂ, അതായത് നേരത്തെ പറഞ്ഞില്ലേ 10 സിനിമകൾ വന്നു കഴിഞ്ഞിട്ട് ആരും അറിയിക്കാതെ പോണതിന് പകരമായിട്ട് ഇതേപോലെ ആർട്ടിസ്റ്റുകൾ ഇന്റർവ്യൂ നടത്തുന്നു, അത് കുറച്ച് വൈറൽ ആവുന്നു, അത് ഇൻസ്റ്റന്റിൽ വന്നു കഴിഞ്ഞിട്ട് റീൽ ആവുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കുറെ ആൾക്കാരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കും ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ സിനിമ ആൾക്കാർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, സിനിമ മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലുത്. അങ്ങനെ അതൊക്കെയാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ കേസിൽ നമ്മളങ്ങനെ ഒരു ഭയങ്കര വൈകാരികമായിട്ട് എടുക്കാനായിട്ട് എനിക്ക് മനസ്സിലാവണില്ല. നേരത്തെ തന്നെ അറിയാവുന്നതാണ്, ഒരു പരിധി കഴിഞ്ഞിട്ട് പ്രൊമോഷൻ വരാത്ത ആൾക്കാരാണെങ്കിൽ അത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ പലപ്പോഴും മറ്റു ആർട്ടിസ്റ്റുകൾ വലിയ താല്പര്യമില്ല എന്നാൽ ചെയ്യുന്നു എന്നുള്ള ആളുകൾക്കും ഒരു പിൻവലിയാനുള്ള ഒരു സാധ്യത വരില്ലേ? കാരണം അല്ല, ഇത് ഇപ്പം നമ്മളാണ് അതിന്റെ കോൾ എടുക്കേണ്ടത്. അതായത് ഞാനൊരു സിനിമ ചെയ്യണം ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അവരോട് പറയാം, അവരുടെ ഇത്രയാണ് അവർക്ക് വേണ്ടതെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അന്നേരം പറയാം ഓക്കെ ഇത്രയും ദിവസം പ്രൊമോഷൻ ഉണ്ടാവും, നിങ്ങൾ അത് വന്നിരിക്കണമെന്ന്. ഇപ്പൊ എഗ്രിമെന്റ് ഒന്നും ആരും സൈൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മലയാളത്തിൽ അങ്ങനത്തെ ഒരു വലിയ ആർട്ടിസ്റ്റുകളൊന്നും നമ്മൾ പറയണ പോലെ എഗ്രിമെന്റ് ഒന്നും ചെയ്യുന്നില്ല. വെർബിലെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് ഒരു കമ്മിറ്റ്മെന്റ് എടുക്കാം. ഇപ്പൊ ജോജു ജോർജ് കാര്യമാണ് ആളുകൾ ഈ കമന്റിലൊക്കെ പറയുന്നത്, ഇവരും വരാറില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കാനിരുന്ന ഇതാ, ഇങ്ങനെ എഗ്രിമെന്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉള്ളത് കൊണ്ടാണോ അവര് വരാത്തത്? അത്തരം ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് സിനിമ ചെയ്ത് തിരിച്ചു പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെ എങ്ങനെയാണ് കാണുന്നത് സാർ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ? അല്ല, ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അത് ഓരോരുത്തരുടെ അവർക്ക് പല റീസണുകൾ ഉണ്ടാവായിരിക്കാം ഈ പ്രൊമോഷൻ അവർക്ക് വരാനായിട്ട് താല്പര്യമുള്ളത്. ഇപ്പൊ അവരൊന്നും നമ്മൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യണതല്ല. എന്നെ ഒന്ന് അഭിനയിപ്പിക്കാൻ, എനിക്കൊരു സിനിമ എടുത്ത് എനിക്ക് പണിയൊന്നും ഇല്ലാതിരിക്കണമെന്ന് അവർ പറയണില്ല. നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നു, നമ്മളിപ്പോൾ അവരുടെ മാനേജർ വിളിക്കുന്നു, അല്ലെങ്കിൽ ഇവരെ ഡയറക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ആക്സസ് ഇല്ലാത്തതാണെങ്കിൽ എന്തെങ്കിലും റെക്കമെൻഡേഷനോട് ചെന്നിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും അവർക്കാണ് അപ്പർ ഹാൻഡ്, മനസ്സിലായില്ല. അപ്പൊ എനിക്കിപ്പോ ഒരു എക്സ് എന്ന് പറയുന്ന ഒരാളെ എനിക്ക് എന്റെ സിനിമയിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കഥ പറഞ്ഞ് കൺവിൻസ് ആയി കഴിഞ്ഞ് വരുമ്പോ എനിക്ക് എപ്പോഴും ലിമിറ്റേഷൻ ഉണ്ട്. എന്റെ ആവശ്യങ്ങള് ആ പുള്ളിനെ അടിച്ചേൽപ്പിക്കാനായിട്ട് എനിക്ക് എപ്പോഴും ഇതുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയാണ്, നിങ്ങളൊരു ഒരാഴ്ച പ്രൊമോഷൻ വന്നോളണം, നിങ്ങൾ അത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അന്നേരം തന്നെ വെച്ചാൽ അവരുടെ മുന്നിൽ ഇഷ്ടംപോലെ സിനിമ വേറെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സ് എല്ലാം ക്യൂ നിൽക്കണം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ഇപ്പൊ എൻ്റെ ഈ ഒരാഴ്ചയിലത്തെ പ്രൊമോഷൻ അവർ അന്നേരം തന്നെ പറയും, വിട്ടോ എന്നുള്ളത് പറയും. ഇതാണ് കാര്യം. അപ്പൊ അതുകൊണ്ട് ഒരു പ്രൊഡ്യൂസറും ആ സമയത്ത് പറയാനായിട്ട് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാൻ പറയുന്നത് ഇതെല്ലാം മാറേണ്ടതാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇത്. അതായത് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ ആക്ടേഴ്സ് തന്നെ എന്ന് പറഞ്ഞാൽ ആക്ടേഴ്സ് ആയതെല്ലാം പ്രൊഡ്യൂസറിന്റെ ഈ പറയണ ഫണ്ട് ഈ പറയണ ഇത് പമ്പ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അവരത് മനസ്സിലായിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ അവർ ചെയ്യണില്ല, നമുക്ക് എന്ത് സാധിക്കും. ആട് 3യുടെ കേസ് വന്നപ്പോ തുടക്കത്തിൽ, അതായത് 2024 കണക്ക് പുറത്തു വിട്ടതോടെ തയ്യാറായിരുന്ന പല പ്രൊഡ്യൂസേഴ്സും പിന്മാറി എന്ന് വിജയ് ബാബു സർ ജിഞ്ചറിൽ തന്നെ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വർഷത്തെയും കണക്ക് പുറത്തുവിട്ടു. 360 കോടി സർവമായിക്ക് മുമ്പേ ഉള്ള കണക്ക് പ്രകാരം 8 സൂപ്പർ ഹിറ്റുകളേ ഉള്ളൂ, 360 കോടി നഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അനുരാജ് മനോഹർ നരിവേട്ടയുടെ സംവിധായകൻ ഒരു പോസ്റ്റ് ആയിട്ട് വന്നു, എന്റെ സിനിമ ലാഭമാണ്, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന്റെ കൈയും കാലും പിടിച്ച് ചെന്നിട്ടും ആരും എടുക്കാതെ ഇന്ത്യൻ സിനിമ കമ്പനിയിലേക്ക് വരുമായിരുന്നു, ഞങ്ങൾ അടുത്ത സിനിമയും ചെയ്യുകയാണ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. ശരിക്കും ഇത് ഫണ്ട് ഫ്ലോ തടയുകയാണോ ഈ കണക്കുകൾ പുറത്തു വിടുന്നതിലൂടെ? പുതിയ പ്രൊഡ്യൂസേഴ്സ് വരാതിരിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, ഇതില് ഈ പറയണ ഇപ്പൊ ഈ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം എപ്പോഴാണെന്നറിയില്ല, അസോസിയേഷൻ സിനിമയുടെ എല്ലാം കണക്ക് പുറത്തു വിടണുണ്ടായിരുന്നു. അപ്പൊ അതിന് അഗേൻസ്റ്റ് ആയിട്ട് കുറെ ഈ പറയണ പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അത് വിടരുന്ന് പറയണം. അപ്പൊ അത് നോക്കി കഴിഞ്ഞാൽ അതിന് ശരിയും തെറ്റും ഉണ്ടെന്നുള്ളതാണ്, മനസ്സിലായില്ല. എൻ്റെ ഇതില് അങ്ങനെ വിടണേല് ഇപ്പൊ എന്റെ സിനിമകളെല്ലാം കാശ് ഉണ്ടാക്കിയോണ്ട് അതിന്റെ അഹങ്കാരം കൊണ്ടല്ല പറയണത്. പക്ഷെ ഈ പുറത്ത് ഇത് സിനിമ എന്താണെന്ന് അറിയാതെ വന്ന ഒരു
മെജോറിറ്റി അവരാണല്ലോ പുതിയ പുതിയ ഇൻവെസ്റ്റേഴ്സ് വന്നത്, പ്രത്യേകിച്ച് NRIs. അപ്പൊ അവർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് അറിയാൻ സാധിക്കും ഇത് ആക്ച്വലി ഇതല്ല, ഇത്ര പൈസ ചെയ്യണില്ല, ഇതിൽ ഇത്ര അധികം, അതായത് ഒരു 90% ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട്. നമ്മൾ ഈ സിനിമ ഇൻഡസ്ട്രി അടച്ചുപൂട്ടണം, നാളെ തിയേറ്ററൊക്കെ അടച്ചുപൂട്ടാൻ വേണ്ടിയല്ല പറയണത്. ഇങ്ങനത്തെ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ക്വാളിറ്റി ഉള്ള സിനിമകൾ ഉണ്ടാവുള്ളൂ. ഇത് നല്ല കഥകൾ എടുത്തു കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ് നല്ലത്, നല്ല കഥയെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ആൾക്കാർ വേണ്ടി ഇത് നല്ല കഥ, ഇത് മോശം കഥയെന്ന് പറഞ്ഞിട്ട് എല്ലാം നല്ല കഥകളായിട്ട് തന്നെ. പക്ഷെ നമ്മളത് ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് നമ്മളതൊരു സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയണ ഇത്ര നഷ്ടങ്ങളുള്ള ഒരു ഇൻഡസ്ട്രിയിലോട്ട്, ഈ പറയണ ഒരു 10% പോലും സക്സസ് റേറ്റ് ഇല്ലാത്ത ഇൻഡസ്ട്രിയിലോട്ടാണ് പോണത് എന്ന് പറയുമ്പോൾ അതിന് ഈ സക്സസ് ആക്കാനായിട്ട് എന്താണ് വഴികൾ, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ കുറേയും കൂടി ക്വാളിറ്റി സിനിമകൾ വരും, നല്ല സിനിമകൾ വരും. ഈ തിയേറ്ററിൽ പോയി കഴിഞ്ഞിട്ട് മോശം സിനിമകൾ കൊടുക്കണവനും 150 രൂപയാണോ അല്ലെങ്കിൽ 200 രൂപയാണോ കൊടുക്കണം, നല്ല സിനിമ ഇതാണ്. അപ്പോൾ അവൻ്റെ പൈസ നഷ്ടപ്പെടുകയാണ്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പറയുമല്ലോ ഇത് എന്ത് ദുരന്തം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വരാറില്ല. അപ്പോൾ അത് സംഭവിക്കില്ല. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ തിയേറ്ററിലോട്ട് വരാൻ തുടങ്ങും. അപ്പൊ ഈ പറയുന്ന ബിസിനസ് കൂടും. ഈ 10% ഈ പറയുന്ന സക്സസ് റേറ്റ് എന്നുള്ളത് ചിലപ്പോൾ ഒരു 70% 80%-ലോട്ട് വരും. ചിലപ്പോൾ നമ്പർ ഓഫ് സിനിമകൾ കുറവായിരിക്കാം, എങ്കിൽ കൂടി ഈ പറയുന്ന ഈ സാധനം ഇത് ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് വേണ്ടത്. അല്ലാതെ നമ്മളില്ലാത്ത കണക്കുകൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതൊരു ഭയങ്കര ലാഭമുള്ള ബിസിനസ്സാണ്, എല്ലാവരും കാശുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പൈസ വരുന്നു, നഷ്ടം സംഭവിക്കൊണ്ടിരിക്കുന്നു, ആൾക്കാർക്ക് തന്നെ മടുത്തു ഇത് ഇങ്ങനത്തെ സിനിമകൾ കാണുന്ന പറയാം. അപ്പൊ അത് മാറണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഒരു സംവിധായകൻ തന്നെ മുന്നോട്ട് വരില്ലേ, എന്റെ സിനിമ ലാഭമാണ്, അപ്പൊ ഈ കണക്കിലെ ഒരു സത്യസന്ധതയ്ക്ക് ചോദ്യം ചെയ്യപ്പെടുകയല്ലേ, അല്ലെ കണക്ക് എത്രമാത്രം കൃത്യമാണ്? അല്ല, അതിപ്പോ നമുക്ക് ഒരു സിനിമയുടെ ഇത് പറയും, ബഡ്ജറ്റിന്റെ കാര്യം പറയണമല്ലേ, ഇത് ഇല്ലാത്ത ബഡ്ജറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പറയണ പല ബിസിനസ് ചെയ്യാൻ വേണ്ടി 5 കോടി ആയിരിക്കും മുടക്കുകയാണ്, പക്ഷെ 15 കോടി എന്ന് പറയും. എന്നിട്ട് അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് 7 കോടി ചോദിക്കും. ഇതൊക്കെയാണ് സാധാരണ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ പറയണ കളക്ഷൻ. അത് പറയണേം കൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു ആത്മസംതൃപ്തി കിട്ടാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു ബിസിനസ് ചെയ്ത് നഷ്ടമാണ്, പക്ഷെ എല്ലാവരോടും പറയണേ എനിക്ക് ഭയങ്കര ലാഭമാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും കേൾക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഒരു അസൂയയും ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ അതും കൊണ്ട് ഒരു ഇതെന്നാണ് നമുക്കത് ഒരു നിർവൃതി കിട്ടാമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? അതുകൊണ്ട് ഒന്നുമില്ലല്ലോ. ഒരു നഷ്ടപ്പെട്ട ഒരു സിനിമ ലാഭം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും 1 രൂപ നമുക്ക് തന്നെ ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ അതിൽ നിൽക്കുന്ന സാധാരണ ഇതിൽ ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളായും ടെക്നീഷ്യനൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വർക്ക് ചെയ്താക്കുന്ന സിനിമ എപ്പോഴും ലാഭത്തിൽ പോയെന്ന് വെച്ചാൽ അവർ അടുത്ത പ്രൊജക്റ്റിലോട്ട് പോണ സമയത്ത് അവരുടെ സംസാരിക്കുമ്പോൾ എൻ്റെ സിനിമ എങ്ങനെ ആയിരുന്നു എന്ന് പറയും. അല്ലാതെ ഞാനൊരു സിനിമ ഒരു ഡയറക്ടറാണ്, ഞാനൊരു സിനിമ എടുത്ത് അത് അട്ടർ ഫ്ലോപ്പായിരുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ ചെന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം ഞാനൊരു സിനിമ എടുത്തിട്ട് ഭയങ്കര ഫ്ലോപ്പായിരുന്നു, അടുത്ത കഥ കേട്ടോ എന്നല്ല പറയണത്. അപ്പോൾ അതിനുവേണ്ടി ഇവരെങ്ങനെയെങ്കിലും അത് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഒരു പ്രോഫിറ്റ് ആണെന്നുള്ള രീതിയിൽ പറയാൻ നോക്കും. തിയേറ്ററിൽ ഇത് വർക്കൗട്ട് ആയില്ല, പക്ഷെ OTT നിന്ന് അത് കിട്ടി, ഓവർസീസിൽ നിന്ന് കിട്ടി, അത് ഇതിൻ്റെ ഒന്നും കണക്കൊന്നും ആരുടെ അടുത്തും ഇല്ലാത്ത കണക്കുകളല്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് സിനിമയിൽ സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കണ കാര്യം. ഇത് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് സ്വന്തം കയ്യിൽ ഒരു കുത്തക പോലെ ഇത് വെച്ചുകൊണ്ടിരിക്കാന്നും പുതിയ ആളുകൾ വരാതിരിക്കാനാണെന്നൊക്കെ ഉള്ള വിമർശനങ്ങളും കേൾക്കാറുണ്ട്. അതെനിക്ക് അങ്ങനെ വെറുതെ ഒട്ടും ഇല്ല, ഒരു അവാസ്തവമായ കാര്യമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിനാണ്. അത്രയധികം റൈറ്റേഴ്സ് ഉണ്ട്, അത്രയധികം ഈ പറയണ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് ആൾക്കാരോടൊപ്പമുണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാണെങ്കിൽ വേണ്ടത് ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഈ പറയണ ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ പറയണ റൈറ്റേഴ്സിൻ്റെ ഒക്കെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ് അത്ര അധികം ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൽ ഈ പറയുന്ന രീതിയിൽ അങ്ങനെ ആയിരിക്കെങ്കിലും അടക്കി വെക്കലൊന്നും നടക്കില്ല. ഇപ്പം നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടിൽ ഒരു 10 പേര് കഥയായിട്ട് വരും എന്നുള്ളത്. അപ്പോൾ അതിലൊന്നും പ്രശ്നമില്ല. എപ്പോഴും പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഒരു ആക്ടർ, പ്രത്യേകിച്ച് ലീഡ് ആക്ടേഴ്സിന്റെ കൂടെ ഒരു 8-10 ആൾ കൂടെ കാണും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അത് വലിയൊരു ചെലവുണ്ടാക്കുന്നു എന്ന് പറയുന്നേക്കാം. അല്ല, അത് സിനിമയുടെ മൊത്തം ഒരു ബഡ്ജറ്റായിട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു ഈ പറയണ 5 പേരെ 10 പേരെ വെക്കണ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓരോ വ്യക്തികൾ വിചാരിക്കേണ്ട കാര്യമാണ്. അവർ പറയണ പൈസ മേടിക്കുന്നു, അതിനുശേഷം ഇത്രയധികം ആൾക്കാരെ കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കേണ്ട കാര്യമാണ്. പക്ഷെ അത് ദൗർഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും അത് സംഭവിക്കണില്ല, എല്ലാവരും അത് ചെയ്യുന്നു. അപ്പൊ അതൊന്നും ഒരിക്കലും മാറാൻ പോണില്ല. പക്ഷെ അത് അവർ വിചാരിക്കണം, ഞാൻ ചോദിക്കുന്ന പൈസ ഇവർ തന്നെ ഉണ്ട്, എനിക്ക് ഇന്ന ഫെസിലിറ്റികൾ തന്നെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവരുടെ എല്ലാം വേണ്ടി ശമ്പളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പൈസയല്ലേ ഉള്ളൂ, ഒരു മാസം ഇപ്പൊ ഇവർക്കൊക്കെ എത്ര കൊടുക്കണ്ടാവും. അപ്പൊ അത് ഞാൻ ഇനി കയ്യിൽ നിന്ന് കൊടുത്തേക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് തന്നെ പറയണം, ഓക്കെ എൻ്റെ ശമ്പളം ഇത്രയാണ്, പക്ഷെ അതിൽ ഇവർക്കെല്ലാം കൂടി ചേർന്നായിട്ട് ഒരു 5 ലക്ഷം രൂപ വരും, അതും കൂടി ചേർത്തിട്ട് പറയുക. എന്നിട്ട് പറയണം നിങ്ങൾ 5 കാശ് എൻ്റെ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നല്ല കാര്യമാണ്. പക്ഷെ കാലകാലങ്ങളായിട്ട് അവർ ചോദിക്കുന്നു, പ്രൊഡ്യൂസർ വളരെ ഹാപ്പി ആയിട്ട് കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ അത് മാറാനായിട്ടുള്ള ഇതില്ല. ഇനി ഏതെങ്കിലുമൊക്കെ ഒരു ആക്ടർ ആ രീതിയിൽ ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് ഇത്രയധികം
90% ലോസിൽ പോയി ഇത്ര കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവർ കാരണമാണ് ഞാൻ ആർട്ടിസ്റ്റ് ആയത്, ഫേമസ് ആയത്, ഇത്രയധികം എനിക്ക് ആൾക്കാരുള്ളത് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പറയണേ ഓക്കെ ഇനി തുടങ്ങി എനിക്ക് നിങ്ങളുടെ ഇതിന്റെ ആവശ്യമില്ല, എന്റെ ശമ്പളം മാത്രം തൈ എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വരാം. എനിക്ക് പറയണെങ്കിൽ മലയാളം പോലത്തെ ഈ ചെറിയ ഇൻഡസ്ട്രിയിൽ അങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കണമെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഷംസുയുടെ വിഷയം എടുത്ത് അഭിലാഷം സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായി, അതിൽ സാമ്പത്തിക തട്ടിപ്പ്, അതുപോലെ ഹാർഡ് ഡിസ്ക് കൈവശപ്പെടുത്തി എന്ന് പറയും. ഈ സാമ്പത്തിക തട്ടിപ്പിൽ വരുന്നൊരിത് പറഞ്ഞ ബഡ്ജറ്റിനേക്കാൾ കൂടുതലായി എന്നുള്ള അത് വളരെ നോർമലായ ഒരു കാര്യമല്ലേ ഇവിടെ സംഭവിക്കുന്നത്? സാറിന്റെ ഒരു എക്സ്പീരിയൻസിൽ ബഡ്ജറ്റ് പറഞ്ഞ അവിടെ നിൽക്കാറുണ്ടോ എപ്പോഴും? ഒരു ബില്ലിംഗ് പണിയണമല്ലോ ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ബില്ലിംഗ് പണിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു BOQ എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം ഇത്ര ബ്രിക്സ് വേണ്ടി വരും, ഇന്നത് വേണ്ടി വരും, ഇത്ര കമ്പി വേണ്ടി, എല്ലാം ഒരു 2-3% മാത്രം അതുപോലും വരാൻ സാധ്യതയില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഈ ഒരു ഷൂട്ടിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ടാണ് ഒരു ഷൂട്ടിംഗ് ഡേയ്സ് നമ്മൾ എടുക്കുന്നത്. പിന്നെ അതിൽ ഓരോ ദിവസങ്ങളിൽ ഇന്ന സാധനം ഷൂട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അവിടെ ഈ പറയുന്ന കാലാവസ്ഥ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പെർമിഷൻ്റെ, ഇങ്ങനെ 100 കാര്യങ്ങൾ വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പല കാര്യങ്ങൾ വരായിരിക്കാം. അപ്പോൾ ഒരു 5% ഒക്കെ അപ്പ് ആൻഡ് ഡൗൺ വരാൻ നമ്മൾ സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന 50% അല്ലെങ്കിൽ 100% ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ആദ്യം ഇട്ടാക്കുന്ന ബഡ്ജറ്റിൻ്റെ കുഴപ്പമാണ്. അതായത് അത്ര എക്സ്പെർട്ടുകളല്ല, അല്ലെങ്കിൽ സിനിമയെ പറ്റി വലിയ ഗ്രാഹ്യമില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം പ്രൊഡ്യൂസറിനെ എങ്ങനെയെങ്കിലും ഇതിലോട്ട് വലിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് സിനിമ ചെയ്യിപ്പിക്കാൻ വേണ്ടി യഥാർത്ഥ ബഡ്ജറ്റ് മറച്ചു വെച്ചിട്ട് അങ്ങനത്തെ ഒക്കെ 100 കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടൊക്കെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പം ഇങ്ങനെ ഫേക്ക് കേക്ക് കട്ടിങ്ങും സക്സസ് സെലിബ്രേഷനും ഒക്കെ ചെയ്ത് കുറെ OTT പറ്റിച്ചത് കൊണ്ടാണ് OTT ഇപ്പൊ നമ്മളെ എടുക്കാതെ വന്നത് ഒരു സാധനം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സൗത്തിനെ ഇപ്പൊ നല്ല രീതിയിൽ തഴയുന്നുണ്ടോ, അതോ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടോ നല്ല സിനിമകൾ കൊണ്ട്? അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോഴും OTT എന്ന് വെച്ചാൽ OTTയുടെ ഒരു ബിസിനസ് ഉണ്ടല്ലോ. അവർ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിന് സബ്സ്ക്രിപ്ഷൻ എടുത്താക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സിനിമകൾ വരണം. അപ്പൊ അവരുടെ ഒരു ആവശ്യമാണത്. എല്ലാവരും ഇത്രയും പൈസ പേ ചെയ്തിട്ടല്ലേ ഉള്ളത്. നല്ല സിനിമകൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ Netflix കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ അടുത്തയിലോട്ട് പോകും, അടുത്ത് നിന്ന് മറ്റേലോട്ട് പോകും. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കണല്ലേ. ഇപ്പൊ ഞാനത് സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്ഥിരമായിട്ട് അതിൽ പുതിയ സിനിമകൾ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അത് നല്ല സിനിമകൾക്ക് എപ്പോഴും ചാൻസ് ഉണ്ട്. പക്ഷെ പണ്ടത്തെ പോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് ചാടിക്കൊരു സിനിമ എടുക്കണം ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. അവർ ഫുൾ മൂവി വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ടീം ഇരുന്ന് കണ്ടു കഴിഞ്ഞിട്ട് അവർ ഹാപ്പി ആണെങ്കിൽ അവർ സിനിമ എടുക്കണ്ട്. ഇല്ലെന്നൊന്നും പറയണില്ല, OTT ഒന്നും ഒരിക്കലും നിന്നിട്ടൊന്നുമില്ല. സാറ്റലൈറ്റ് മാത്രം കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അറിയാം ഈ TV കാണുന്ന ആൾക്കാരുടെ, ടെലിവിഷൻ കാണുന്ന ആൾക്കാരുടെ ഒരു ഇത് കുറഞ്ഞുകൊണ്ട് പരസ്യങ്ങൾ കുറഞ്ഞ്, പരസ്യങ്ങളാണല്ലോ എപ്പോഴും ഈ സിനിമ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമാനം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് TV-യിൽ വന്നത് ചാനൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് മറ്റതൊക്കെ ഉണ്ട്. വിജയ് ബാബു സാർ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആട് 3 അത്രയും വലിയ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് വേണു സാറും കൂടെ അതിൽ ജോയിൻ ചെയ്യുന്നത്. മാത്രമല്ല ഇതുവരെയുള്ള മലയാള സിനിമകളിൽ ഒരു ഏറ്റവും ബഡ്ജറ്റുള്ള 4ാമത്തെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ 1ഉം 2ഉം കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ബഡ്ജറ്റ് എങ്ങനെയാ വന്നിട്ടുണ്ടായിരുന്നത്? 1ഉം 2ന്റെ യഥാർത്ഥ ബഡ്ജറ്റ് എനിക്കറിയില്ല. എന്നാലും ഇത് ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു ഹൈ ബഡ്ജറ്റാണ്. നമ്മളിപ്പോൾ അന്യഭാഷകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ആയിരിക്കില്ല. എന്ന് വെച്ചാൽ മലയാള സിനിമയിൽ അറിയാം നമുക്ക് കുറേ പരിമിതികളുണ്ട്. ഇവിടെ സിനിമ കാണുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരുടെ ഒരു ഇത്, പിന്നെ അതേപോലെ തന്നെ സ്ക്രീനുകളുടെ എണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്യഭാഷകളായിട്ട് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും മലയാളത്തിന് ഒരു പരിമിതികളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിമിതിയിൽ നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹ്യൂജ് ബഡ്ജറ്റാണ് ഇതിൽ നമ്മൾ മടിക്കാക്കുന്നത്. പക്ഷേ അതിലൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സിനിമക്ക് വേണ്ടി ആൾക്കാർ കാത്തിരിക്കണ പോലെ തന്നെ ഈ പറയുന്ന പ്രീ ബിസിനസ്സിനുള്ള സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഈ പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോയത്. നമ്മളിപ്പോൾ തിയേറ്ററിൽ മാത്രമല്ല, നമുക്ക് വേറെ ബിസിനസ്സുകൾ പലതുണ്ട്. അപ്പോൾ അതിന് അവിടെയും ഒരു അട്രാക്ഷൻ ഉണ്ട് ഈ സിനിമയെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വലിയ റിസ്ക് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. റീസെയിൽ നമ്മളെപ്പോഴും സംസാരിക്കുന്നതാണ്, പ്രത്യേകിച്ച് ആട് പോലെ ഒരു ഫ്രാഞ്ചൈസിക്ക് അത് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നല്ലോ. അതിന്റെ ഒരു ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്താ? അല്ല, അതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇതിലോട്ട് വന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു വലിയൊരു ബഡ്ജറ്റ് ഒരു സിനിമയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഒരു റിസ്ക് ഫാക്ടർ നോക്കും. അപ്പൊ ഏത് പ്രൊഡ്യൂസർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തിയേറ്റർ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു മിനിമത്തിൽ നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതാണ്. അപ്പൊ പിന്നെ നമ്മൾ നോക്കുന്നത് വേറെയുള്ള ബിസിനസ്സാണ്, ഔട്ട്സൈഡ് ഈ പറയുന്ന തിയേറ്ററിന് എന്താണ്. അപ്പൊ അതിൽ നമുക്ക് ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഈ പറയുന്ന ഇതിന്റെ ഈ ഫ്രൈഡേ ഫിലിംസിന് അതിനുള്ള ഒരു കപ്പാസിറ്റിയും അവർക്ക് അതിനുള്ള ഇവരൊക്കെ ആയിട്ടുള്ള റിലേഷൻ ഇതെല്ലാം പഠിച്ചിട്ട് തന്നെയാണ് നമ്മൾ വന്നാക്കണത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ടെൻഷനോ വേറെ ഒന്നുമില്ല. ആടില് സാറിന്റെ ഒരു ഫേവറേറ്റ് ക്യാരക്ടർ ഒക്കെ എന്തായിരിക്കും മുമ്പ് തൊട്ട് കണ്ടപ്പോഴും ഒക്കെ? ഇപ്പൊ നമ്മളൊരു സിനിമയിൽ ഇത്രയും പേര് അഭിനയിച്ചു വരുമ്പോൾ എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. പിന്നെ എല്ലാവരുടെയും ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവരും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള, ഇപ്പൊ ജയസൂര്യയുടെ ആണെന്നുണ്ടെങ്കിൽ ഷാജി പാപ്പൻ, അങ്ങനെ എല്ലാവരും ഉള്ളതാണെങ്കിലും എനിക്ക് എന്തുകൊണ്ടോ വിനായകന്റെ കുറേയും കൂടി, വെച്ചാൽ വിനായകൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് അത്തരം ഇതിൽ ചെയ്താക്കെന്ന് പറഞ്ഞാൽ അത് അഭിനയിക്കണം നമുക്ക് തോന്നുന്നില്ല. അപ്പൊ അത് ചെയ്തപ്പോ ഒരു വ്യത്യസ്തമായിട്ട് ഡ്യൂഡ് എനിക്കത് കുറച്ച് രസമായിട്ട് തോന്നിയാണ്.
ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ 5-6 മലയാള സിനിമ റിലീസ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതർ ലാംഗ്വേജ് കൂട്ടി അതിലും അധികം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് സിനിമകളൊക്കെ ഇങ്ങനെ റിലീസ് ആവുമ്പോഴേ ക്വാളിറ്റിയേക്കാൾ ക്വാണ്ടിറ്റി കൂടി പോകുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് എന്തുകൊണ്ടാണ് ഇത്ര അധികം ഒരു സിനിമകൾ വരാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് റിലീസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസമാണല്ലോ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എസ്പെഷ്യലി ഈ പറയുന്ന തേഴ്സ്ഡേ അല്ലെങ്കിൽ ഫ്രൈഡേ മാത്രമാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ പല സിനിമകളും ഇത് ഈ പറയുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് സെൻസറിങ് കഴിഞ്ഞിട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് അവർ ഏതെങ്കിലും ഒരു സ്ലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ലോട്ട് കിട്ടുമ്പോഴായിരിക്കുള്ളൂ വേറെയും ഇതേപോലെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന വേറെ 10 പേരുണ്ടാവും, എല്ലാവരും കൂടി തന്നെ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ പറയണ സ്ക്രീൻ കൗണ്ട് വളരെ കുറഞ്ഞു പോകും. പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന പ്രൊമോഷനുള്ള സാധ്യതകൾ കുറഞ്ഞു പോകും. അപ്പോൾ ജനങ്ങൾക്ക് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു സിനിമ റിലീസായ അല്ലെങ്കിൽ അത് എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ കുറഞ്ഞു പോകും. അപ്പോൾ ഈ പറയണ ഇറങ്ങണ എല്ലാ സിനിമയും മോശം സിനിമയൊന്നുമല്ല, അതിലൊക്കെ നല്ല സിനിമകളുണ്ട്. എല്ലാ ഈ പറയണ പല രീതിയിലും ഒരു ഇതുള്ളതുണ്ട്. പക്ഷെ അത് ചില സിനിമകളൊക്കെ ഈ പറയണ ഒരു നിർഭാഗ്യവും കൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പിന്നെ അത് ചിലപ്പോൾ OTT-ലോട്ട് വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പേപ്പർ വ്യൂ ആയിട്ട് വരാം, അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു ഇത് ഇറങ്ങണ സിനിമനെ പറ്റി ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ധാരണ വേണം. ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊമോഷൻ കൊടുക്കാം, എങ്ങനെയാണ് ജനങ്ങളിലോട്ട് ഈ സിനിമയെ പറ്റി അറിയിക്കണം, ഇങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് ഒരു സിനിമ കൊണ്ടുവന്നില്ലെങ്കിൽ പറ്റണ പാളിച്ചകളാണ്. നമുക്ക് എണ്ണത്തിൽ ഒരിക്കലും നിയന്ത്രണം പറയാനോ സാധിക്കുന്ന കാര്യമല്ല, അത് ഓരോരുത്തർ ചെയ്യുന്ന ക്രാഫ്റ്റ് ആണ്. പക്ഷെ എന്നാൽ പോലും പ്രൊഡ്യൂസേഴ്സിന്റെ സൈഡിൽ നിന്ന് കുറച്ചുകൂടെ ഒരു ഫിൽറ്ററിങ് ഉണ്ടായാൽ ഇത്രയധികം സിനിമകൾ വന്നത് ഒന്നുമല്ലാതായി പോകുന്ന ഒരു അവസ്ഥയെന്ന് ഒരു മോചനം ഉണ്ടാവില്ല. അല്ല, ഇതിലിപ്പോൾ ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ അസോസിയേഷനോ വേറെ ആൾക്കാർക്കും അതിലൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് എങ്ങനെ ഇത് നീ ഇപ്പം നാളത് റിലീസ് ചെയ്യണ്ട, മറ്റൊരു റിലീസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു ഈ പറയണ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഡേറ്റ് ഒന്നും അവർക്ക് പറയാൻ പറ്റില്ല. ഈ പറയണ ഈ ആൾക്കാർ തന്നെ ചിലപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. ഒരു ക്വാളിറ്റി എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ ആകെ ചെയ്യാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സിനിമ ഒരു കഥ ഞാൻ കേൾക്കുന്നു, ആ സിനിമയായിട്ട് പോകാൻ ഞാൻ തീരുമാനിക്കുമ്പോൾ അപ്പം തന്നെ നമ്മൾ ആലോചിക്കുക ഈ സിനിമ എങ്ങനെ ജനങ്ങളിലോട്ട് ഇത് എത്തിക്കാൻ സാധിക്കും. ഇത് സാധാരണ വന്ന വ്യാഴാഴ്ച വെള്ളിയാഴ്ച തന്നെ ഈ പറയണ 5 അല്ലെങ്കിൽ 10 സിനിമകളുടെ കൂട്ടത്തിൽ ആരും അറിയാൻ പോകുന്ന ഒരു സിനിമ ആവുമോ? ഇതെല്ലാം ആലോചിച്ച് കഴിഞ്ഞിട്ട് ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ സിനിമ എടുത്ത് എല്ലാം കഴിഞ്ഞ് പൈസ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് റിലീസിന് മുന്നേ ഈ സിനിമ ആരും ശ്രദ്ധിക്കണില്ല, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 8 സിനിമകളുണ്ടെന്ന് നമ്മൾ പരിതപിച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടതാണ്. ഈ സിനിമ എങ്ങനെയായിരിക്കും പ്ലേസ് ചെയ്യണത്, ജനങ്ങളിലോട്ട് ഇത് എത്തിക്കാനായിട്ട് ഇതിൽ എന്താണുള്ളത്, അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലുമൊക്കെ വഴികളുണ്ട്. ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ സ്പെൻഡ് ചെയ്യണതിന് മുന്നേ ആലോചിക്കേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആരെങ്കിലും വന്ന് നമ്മളെ കൺവിൻസ് ചെയ്ത് അന്നേരം നമ്മൾ ഓക്കെ പറഞ്ഞ് സിനിമയായിട്ട് മുന്നോട്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും റിലീസിന് തിയേറ്റർ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് അവർ പറഞ്ഞ വേറൊരു 10 സിനിമ ഉണ്ടത്. അപ്പൊ പിന്നെ അത് സ്വാഭാവികമായിട്ട് അത് ശ്രദ്ധിക്കാതെ പോകില്ല. താങ്ക് യു സോ മച്ച് സാർ. അപ്പൊ ആട് കഴിഞ്ഞ് സംസാരിക്കാൻ വിചാരിക്കുന്നു. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു.